ഹായ്, ഇന്നൊരു ഞാൻ നാടൻ കറിയുടെ പ്രിപ്പറേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ചക്കക്കുരു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പരിപ്പും ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും തേങ്ങയുമാണ്. ഞാനിവിടെ പരിപ്പ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് മാങ്ങയാണ്. മാങ്ങ പുളിക്കനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ മുരിങ്ങക്കായ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചക്കക്കുരു ആഡ് ചെയ്യുന്നു. ഇത് ഇങ്ങനൊരു ഓർഡറൊന്നുമില്ല. വേവിച്ച പരിപ്പിലേക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും വെന്തെടുക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് ചേർക്കാം, ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി തേങ്ങ അരച്ചത് ചേർക്കാം. നമുക്ക് കറി നല്ല ലൂസായിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ തിളച്ചിട്ടുണ്ട്, നല്ല കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഫൈനലി നമുക്ക് ചെയ്യാനുള്ളത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടൊന്ന് താളിച്ചെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഞാനിതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ശബ്ദവും ഒക്കെ വരുന്നതാണ്. ഈ കറി ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. നല്ലൊരു പ്രിപ്പറേഷനാണ്, സിമ്പിളായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. സാധാരണ വീടുകളിൽ ഉണക്കമീൻ്റെ ഒപ്പവും പപ്പടത്തിൻ്റെ ഒപ്പവും ഒക്കെ ഇത് കഴിക്കും. ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്.